നിന്റെ ബ്രോയുടെ മനസ്സ് മാറ്റാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഞാനത് മാറ്റിയെടുക്കുകയും ചെയ്യും. അതെ, നിന്റെ പാഴ്ക്കിനാവ് മാത്രം. ഇന്ന് ഗായത്രി അമ്മ ഇവിടെ വരുമല്ലോ. ഗായത്രി അമ്മ വന്ന നിന്റെ ഈ ആഗ്രഹത്തിന് ഒരവസാനാവും. മിക്കവാറും ഇന്ന് തന്നെ നീ നിന്റെ പെട്ടിയും കിടക്കെ എടുത്ത് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. ഗായത്രി അമ്മ ഇന്ന് തന്നെ നിന്നെ ഇവിടെ നാട്ടി ഇറക്കും ജാസ്മിൻ. പതുക്കെ പതുക്കെ. ഗോപേട്ടാ, ഇനി ഭാര്യ പിറന്നാളുകാരന്റെ അരികിലേക്ക് ഇരുന്നോളൂ. വേണ്ട വേണ്ട വേണ്ട, പ്രഭാവതി ഇവിടെ ഇരിക്കണ്ട. ഇവിടെ ഇരിക്കേണ്ടത് എന്റെ ഗായത്രി ദേവിയാ. ഗായത്രി ദേവിക്ക് വേണ്ടി ഇവിടെ സ്ഥലം ഒഴിച്ചിടണം. അതുകൊണ്ട് പ്രഭാവതി അങ്ങോട്ട് മാറി നിന്നേ. മാറ്, മാറ്. അളി എന്തായി പറയുന്നേ? ഗായത്രി ദേവി വരുമെന്നോ? ഗായത്രി ദേവി വരുമെന്ന് യാതൊരു വിശ്വാസവും എനിക്കില്ല. ഗായത്രി അമ്മ ഇന്ന് വരുമെന്നാണല്ലോ പാർവതി പറഞ്ഞത്. ഇത് തന്നെയല്ലേ ഗായത്രി ദേവിയുടെ ആണ്ടിനും പാർവതി പറഞ്ഞത്. എന്നിട്ട് ഗായത്രി ദേവി വന്നോ? നമ്മളാരെങ്കിലും ഗായത്രി ദേവിയെ കണ്ടോ? ഇത്തവണ അത് തന്നെ സംഭവിക്കും. ഗായത്രി ദേവി വരില്ല. അങ്കിളെ, ഒരു തർക്കമൊന്നും വേണ്ട. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. അമ്മ ഇന്ന് വരുമെന്നും അച്ഛന്റെ അരികിൽ ഇരിക്കുമെന്നുള്ളത് അത് അച്ഛന്റെ വിശ്വാസമാണ്. അതെ, അതുപോലെ തന്നെ നടക്കട്ടെ. സ്വാമിജി, പൂജ തുടങ്ങിക്കോളൂ. പൂജ നടക്കട്ടെ. ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ.
ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്റെ ഉദയനൂരമ്മ, നീ തന്നെ സ്വാമിജിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ. എങ്ങനെയെങ്കിലും ഈ പൂജ തീരുമ്പോഴേക്കും ഞാൻ ഗോപിനാഥന്റെ അരികിൽ എത്തിയിരിക്കും. ഗായത്രി ദേവിക്കായി ഒഴിച്ചിട്ടിരിക്കുന്ന കസേരയിൽ അവൾക്ക് പകരം ഞാനിരിക്കും. ആ കസേര ഒരു പ്രതീകമാണ്, ഈ വീടിന്റെ അവകാശത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകം. അതിലിരിക്കുന്നതോടെ ആ അവകാശവും അധികാരവും ഞാൻ നേടിയിരിക്കും. പ്രഭാവതി, ഇപ്പൊ നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. ഗായത്രി മേഡത്തിന്റെ സ്ഥാനം നിനക്ക് നേടിയെടുക്കണം. അത് നടന്നത് തന്നെ. നിന്നെ ഞാൻ അതിന് അനുവദിക്കില്ല പ്രഭാവതി. അതിനു മുമ്പ് നിന്നെ ഞാൻ കൊല്ലും. സാറേ, പ്രതാപ സാറേ, ആരെ എന്താ വേണ്ടേ? സാറേ, ഞാനൊരു വെടിക്കാരനാ. ഷഷ്ടിപൂർത്തി ആഘോഷത്തിന് വേണ്ടി ഇവിടെ വെടിപൊട്ടിക്കണമെന്ന് സാറ് വിളിച്ച് പറഞ്ഞായിരുന്നു. ഓ, താനായിരുന്നു അത്. അതെ, ഇവിടെ ഇപ്പോൾ ഒരു പൂജ നടക്കാൻ പോവാ. ആ പൂജ കഴിഞ്ഞതിന് ശേഷം അളിയൻ്റെ 60ാം പിറന്നാൾ ആഘോഷം തുടങ്ങും. അന്നേരം വേണം 60 വെടി പൊട്ടിക്കാൻ. താനൊരു കാര്യം ചെയ്യും, തൽക്കാലം ഇവിടെ വെയിറ്റ് ചെയ്യും. സമയം പോ, ഞാൻ അറിയിക്കാം. ശരി സാർ. അതെ, നിങ്ങൾ ആരാ? എന്താ സാറേ? എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. സഹായമോ? ആ, അതേന്നേ. വെറുതെ വേണ്ട, താൻ ചോദിക്കുന്ന പണം തരാം. സാറിന് എന്താ വേണ്ടത്? ബോംബുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് തനിക്കറിയൂ? അറിയാം സാർ. ആ, എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞതാ. ഓ, എന്നാ ശരി. പ്രഭാവതി, ഈ വിളക്കിനുള്ളിൽ ഇതുപോലൊരു ടൈം ബോംബ് ഘടിപ്പിച്ചിരിക്കുന്നത് ആരും അറിയാൻ പോകുന്നില്ല. നിന്നെ മുകളിലേക്ക് പറഞ്ഞയക്കാനുള്ള സമയമായിന്ന് എനിക്ക് തോന്നുമ്പോൾ
ഞാൻ ഈ റിമോട്ടിലൊന്ന് ഞെക്കും. ബൂം. അതോടെ നീ തീരും. ഷഷ്ടിപൂർത്തി വളരെ പ്രധാനവും മഹത്വവുമാണ്. 50 വയസ്സ് പൂർത്തിയാകുന്ന ഈ കാലഘട്ടത്തിൽ വ്യാഴവും ശനിയും, വ്യാഴത്തിൻ്റെ 5 ചക്രങ്ങളും ശനിയുടെ 2 ചക്രങ്ങളും പൂർത്തിയാക്കിയ ശേഷം ജനന സമയത്ത് ആ ഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന അതേ രാശിയിലേക്ക് മടങ്ങി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജ്യോതിഷപരമായും ജീവിതാനുഭവങ്ങളിൽ നിന്നും ജ്ഞാനവും പക്വതയും ലഭിക്കും. ഷഷ്ടിപൂർത്തിക്ക് ശേഷം നമ്മൾ എല്ലാവരും ഗുരുവായിരുന്ന് നല്ല കാര്യങ്ങളും നന്മകളും പറഞ്ഞു കൊടുക്കണം. സ്വാമിജി എപ്പോഴാണ് ഞങ്ങൾ ഏൽപ്പിച്ച കാര്യം തുടങ്ങാൻ പോകുന്നത്? പാറു, നീ ഇവിടെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നീ ഇങ്ങനെ വെപ്രാളപ്പെട്ടതുകൊണ്ട് അവിടെ നടക്കുന്ന പൂജയും ചടങ്ങും ഒന്നും നിൽക്കാൻ പോകുന്നില്ല. അതവിടെ നടക്കും. ആ പ്രഭാവതി ഗോപിസാറിന്റെ അടുത്തിരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും. ഗായത്രി അമ്മ ഇരിക്കേണ്ട സ്ഥാനത്ത് പ്രഭാവതി അമ്മ ഇരിക്കാൻ പാടില്ല. അതാ എന്നെ വിഷമിപ്പിക്കുന്നേ. അതുപോലെ തന്നെ സ്വാമിജിയും. ദേവമ്മ വരുമെന്ന് പറഞ്ഞിട്ട് ഈ നേരിട്ട് ദേവമ്മയെ കാണുന്നുമില്ല. നീ വിഷമിക്കാതിരിക്കേ, ഗായത്രി അമ്മ വരും. മോളെ, അമ്മേ, പാറു, നിനക്ക് ഇപ്പൊ സമാധാനായില്ലേ? നീ ആഗ്രഹിച്ചതുപോലെ ദേവമ്മ വന്നില്ലേ? അപ്പോ എന്നെ കാണാതെ മോള് വിഷമിച്ചിരിക്കായിരുന്നോ? അമ്മയെ കാത്ത് ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇപ്പൊ ഞാൻ എത്തിയല്ലോ. നിനക്ക് സന്തോഷായില്ലേ? നിന്റെ വിഷമം മാറിയില്ലേ? സന്തോഷായി. അമ്മയെ കാണാത്തതിന്റെ വിഷമവും മാറി. പക്ഷേ ഇവിടെ എന്തോ അനിഷ്ടങ്ങൾ നടക്കാൻ പോവാ, ദുരന്തങ്ങൾ നടക്കാൻ പോവാ. ഉദയനൂരമ്മ അതെനിക്ക് കാണിച്ചു തന്നു. എന്താ ദേവി നിനക്ക് കാണിച്ചു തന്നത്? ഇവിടെ പൂജ നടത്താൻ പോകുന്ന സ്വാമിജിക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്ന സൂചനയാ അമ്മ എനിക്ക് നൽകിയത്. അത് കണ്ട ശേഷം ഞാൻ ആകെ പ്രയാസത്തില. അമ്മ, ആ ആപത്ത് എങ്ങനെ തടയും? അതിനൊരു വഴിയും ഞാൻ കാണുന്നില്ല. വിധിയെ ആർക്കും തടയാൻ കഴിയില്ല മോളെ. അമ്മ, ആപത്തുണ്ടാവുമെന്നും പൂജ നടത്താതെ മടങ്ങിപ്പോണോന്നും ഞാൻ ആ പൂജാരിയോട് പറഞ്ഞതാ. പക്ഷേ അദ്ദേഹം അത് ചെവിക്കൊള്ളുന്നില്ല. മോളെ, നീ ഇവിടെ ഇരുന്നാൽ ഒന്നിനെയും തടയാനാവില്ല. നീ വാ, നമുക്ക് താഴോട്ട് പോവാം. അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. സങ്കടപ്പെടാതെ വാ. ഉദയന്നൂരമ്മ നിന്റെ കൂടെ ഇല്ലേ? പിന്നെന്താ, വാ മോളെ.
വരൂ അമ്മേ. ദേവമ്മേ ഇരിക്കും. ചേച്ചി 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 ഇപ്പൊ നിൽക്കുന്നില്ല, നോക്കിയേ. പാർവതിക്ക് വേണ്ടി വരച്ച ഭസ്മക്കളത്തിലാ ചേച്ചി ഇപ്പൊ നിൽക്കുന്നേ. ചേച്ചി പെട്ടെന്ന് അവിടുന്ന് പുറത്തിറങ്ങി. ഇതിനകത്ത് കയറിയാ പിന്നെ 15 മിനിറ്റ് കഴിയാതെ ഇതിനകത്ത് ഇറങ്ങാൻ സാധിക്കില്ല. ഇതൊരു മാന്ത്രിക ബന്ധനമല്ലേ? ഇത് വലിയ ഗതികേടായല്ലോ. ശ്ശോ. പാർവതി, എവിടെ ദേവമ്മ? ഇവിടെ ഗായത്രി അമ്മാന്ന്. നീ എന്താടി ഇവിടെ മോണാക്ട് നടത്തുകയാണോ? ഏകാംഗ അഭിനയം നടത്താനേ ഇത് യുവജനോത്സവ വേദിയൊന്നും അല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഗായത്രിയമ്മ വന്നു എന്നും പറഞ്ഞ് നീ ഇപ്രാവശ്യവും ഞങ്ങളെ എല്ലാരും വിഡ്ഢികളാക്കല്ലേ? ഗായത്രിയമ്മ വന്നിട്ടുണ്ടെങ്കിലേ അമ്മയെ ഞങ്ങൾക്ക് കാണണം. ദേവമ്മ വന്നിട്ടുണ്ട്. അച്ഛന്റെ അരികിൽ ദാ ഇവിടെ തന്നെ ദേവമ്മ ഇരിപ്പുണ്ട്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഞങ്ങൾക്ക് കണ്ണുകൊണ്ട് ഗായത്രി ചേച്ചിയെ കാണണം. നിങ്ങൾക്കിപ്പോ ദേവമ്മയെ കാണാൻ പറ്റില്ല. ദേവമ്മ ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കാനേ പറ്റൂ. വിശ്വസിച്ചാ മതി. കണ്ടോ കണ്ടോ ഇവളുടെ അടവ് കണ്ടോ? ഇവളെ നമ്മളെ പതിവ് പോലെ പറ്റിക്കുക. ഇവിടെ കള്ളിയോ? പേരും കള്ളി. യാസ്മിൻ നിർത്ത. അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛന്റെ അരികിൽ ഇരിക്കുന്നുണ്ട്. അതൊരു വിശ്വാസമാ, പാർവതിയുടെ വിശ്വാസം. ആ വിശ്വാസമേ എനിക്കുണ്ട്. അച്ഛമ്മയ്ക്ക് ആ വിശ്വാസമില്ലേ? ഉണ്ട്. എനിക്ക് ഗായത്രിയെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഗായത്രി ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അവളുടെ ആത്മാവ് ഗോപിയുടെ അരികിൽ തന്നെയുണ്ട്. അച്ഛനോ? അച്ഛൻ എന്ത് തോന്നുന്നു? ഗായത്രി എന്റെ അരികിൽ തന്നെ ഉണ്ട്. സ്വാമിജി, പൂജ തുടർന്നോളൂ. പ്രഭാവതി എന്താണ് ഈ കാണിച്ചത്? വലിയ അപരാധമാണല്ലോ ചെയ്തത്. പാർവതി കയറി നിൽക്കേണ്ട സ്ഥലത്ത് പ്രഭാവതി കയറി നിന്ന സ്ഥിതിക്ക് എന്ത് പരിഹാരമാണുള്ളത്? ഇവർ പറഞ്ഞതും ഇവരുടെ സംശയങ്ങളും ശരിയാണെന്ന് തോന്നുന്നു. പാർവതിക്ക് ഭാവി പ്രവചിക്കാനുള്ള ശക്തി ഉണ്ടാവും.
പക്ഷേ ഇനി ഞാനത് എങ്ങനെ തെളിയിച്ചെടുക്കും? ആകെ കുഴപ്പമായല്ലോ. ഇനി അഗ്നിയിലേക്ക് നെയ്യ് പകരണം.